എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ റിവ്യൂലോട്ട് സ്വാഗതം. അഞ്ജലിയെ ചെക്കപ്പ് ചെയ്യാനായിട്ട് ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്, ഒരു കുഴപ്പമില്ല, ഒരുപാട് കാലത്തിന് ശേഷം ഉണ്ടായ കുഞ്ഞാണെങ്കിലും ആ തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും അഞ്ജലിക്ക് ഇപ്പോഴില്ല. ആളെല്ലാം കൊണ്ടും ഹെൽത്തിയാണ്. ഇതിപ്പോൾ 5-ാം മാസം തുടങ്ങുവാണ് എന്നൊക്കെ പറയുവാണ്. ഇത് കേട്ട് മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഡോക്ടറെ, ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിനെന്തോ സന്തോഷം. എൻ്റെ മോൾക്ക് ഒരു കുഴപ്പമില്ലാതെ പ്രസവം കഴിഞ്ഞു കിട്ടിയാൽ മതി എന്ന് മാത്രമേ എനിക്കുള്ളൂ എന്നൊക്കെ ഡോക്ടറെ അടുത്ത് പറയുന്നുണ്ട്. അക്കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഒട്ടും പേടിക്കണ്ട, ആളിപ്പോൾ നല്ല ഓക്കെയാണ്, ഒരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് ഡോക്ടർ ഇറങ്ങുന്നുണ്ട്. പിന്നീടായിട്ട് ശ്രുതി പറയുന്നുണ്ട്, മുത്തശ്ശി, അപ്പോൾ 5-ാം മാസത്തിലെ ചടങ്ങൊക്കെ നടത്തണ്ടേ? അതെ ശ്രുതി, നമ്മൾ കാത്തിരുന്ന 5-ാം മാസം ഇങ്ങ് വന്നു എന്ന് ആകാശ് പറയുന്നുണ്ട്. ചേച്ചി, ഇത് നമുക്കേ അടിപൊളിയാക്കണം. എന്നാ പ്രീതി പറയുന്നുണ്ട്, അന്നത്തേക്കുള്ള എല്ലാ ഫുഡും ഉണ്ടാക്കുന്നതേ ഞാനായിരിക്കും. ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട എല്ലാ ഭക്ഷണങ്ങളും ഞാൻ തയ്യാറാക്കും. ആരും പറ്റില്ല എന്നൊന്നും പറയരുത്. ആര് പറയാനാ പ്രീതി, നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ തയ്യാറാക്കാം. എനിക്കിഷ്ടപ്പെട്ടതല്ല, എൻ്റെ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളാണ് തയ്യാറാക്കാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയ സന്തോഷത്തിലായിരിക്കും. എന്നാ മുത്തശ്ശി പറയുന്നുണ്ട്, നിങ്ങളൊക്കെ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇതിന് സമ്മതിച്ചേ. അല്ലെങ്കിൽ 7-ാം മാസത്തെ ചടങ്ങോ 9-ാം മാസത്തെ ചടങ്ങോ കഴിച്ചാൽ മതിയായിരുന്നു. അല്ല, ഇത് നമുക്ക് ഹോളിൽ തന്നെ നടത്തണ്ടേ? ഇവിടെ സൗകര്യം കുറവല്ലേ എന്ന് മനോരമ പറയുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, നമ്മൾ വേണ്ടപ്പെട്ട കുടുംബാംഗങ്ങൾ മാത്രം മതി, എന്നിട്ട് വീട്ടിൽ വെച്ച് നടത്തിയാൽ മതിയെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാടങ്ങ് സന്തോഷാവുന്നുണ്ട്. എന്നാ ശ്യാമ അതിനിടയിൽ ചെറുതായി ഒന്ന് അഭിനയിക്കുന്നുണ്ട്. ഇരുന്ന് കരയുമായിരിക്കും. എല്ലാവരും ശ്യാമിനെ തന്നെ നോക്കുന്നുണ്ട്. അല്ല, എന്താ ശ്യാമോനെ കരയുന്നേ? എന്താ പറ്റിയേ? അല്ല, ഡോക്ടർ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം. ആ സന്തോഷ കണ്ണീരാ. എൻ്റെ കുഞ്ഞ് വരാന് ഇനി കുറച്ച് നാളല്ലേ ഉള്ളൂ, കുറച്ച് മാസങ്ങള്. ആ കുഞ്ഞില് ഞാൻ എന്നെ തന്നെയാ കാണുന്നേ എന്നൊക്കെ പറഞ്ഞ് ഇമോഷണൽ ആയിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആകെ കൂടെ എല്ലാവരും വീഴ്ത്തുന്നുണ്ട്. എന്നാ ഇതിലൊന്നും വീഴാതെ നിൽക്കുന്നത് ശ്രുതിയും അശ്വിനും പ്രീതിയും ആയിരിക്കും. ശ്യാമിന്റെ അഭിനയം കണ്ട് മനോരമ പറയുന്നുണ്ട്, അഞ്ജലി ബേബി, ഇങ്ങനൊരു ഭർത്താവിനെ കിട്ടിയതേ നിന്റെ ഭാഗ്യം തന്നെയാ. ശ്യാമിന് എന്ത് സ്നേഹാ മോളോട് എന്നൊക്കെ പറഞ്ഞിങ്ങ് പുകഴ്ത്തുന്നുണ്ട്. അതെ ആൻറ്റി, എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എന്നേക്കാളേറെ എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നതേ ഈ ശ്യാമേട്ടൻ തന്നെയാ. എന്തൊക്കെ കാര്യത്തിലാ എന്നെ കെയർ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് അഞ്ജലി ഇമോഷണലായിട്ട് സംസാരിക്കുന്നു. ഇത് കണ്ട് ശ്രുതി പറയുന്നുണ്ട്, എന്താ അഭിനയം, ഇതൊക്കെ കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. സത്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞാലേ ഈ വീട്ടിൽ നിന്നും പുറത്താ അഞ്ജലി ചേച്ചിയുടെ മനസ്സിൽ നിന്ന് നീ പുറത്താടാ എന്നൊക്കെ ശ്രുതി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പിന്നീടായിട്ട് അന്ന് രാത്രി ഭഗവാന് ഇടാനായിട്ട് കുറച്ച് പൂക്കളൊക്കെ വാങ്ങിക്കുന്നുണ്ട് ശ്രുതി. അങ്ങനെ കൃഷ്ണനൊക്കെ പൂക്കളിട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി വന്ന പൂവ് എന്ത് ചെയ്യാന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴായിരിക്കും ശ്രുതിക്കൊരു ഐഡിയ തോന്നുന്നത്. ശ്രുതിയുടെ പേരെഴുതാം ബെഡിലെന്ന്. ഇനിയിപ്പോൾ അശ്വിൻ സാറ് വന്നാല് അതിനായിരിക്കും എനിക്ക് ചീത്ത. എനിക്ക് ബോറടിക്കുന്നുണ്ട്, എന്തായാലും അത് ചെയ്യാം. ഇനിയിപ്പോൾ വന്നിട്ട് എന്താ പറയുന്നതെന്ന് നോക്കാം. അല്ലെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് വഴക്കിട്ടില്ലെങ്കിലേ എനിക്ക് ഉറക്കം വരില്ല. അതുകൊണ്ട് എൻ്റെ പേരും അശ്വിൻ സാറിൻ്റെ പേരും എഴുതാം. അങ്ങനെ ശ്രുതി അശ്വിൻ എന്ന് എഴുതുന്നുണ്ട്. മേളിൽ ശ്രുതി, താഴെ അശ്വിൻ എന്നായിരിക്കും എഴുതുന്നുണ്ടായിരിക്കുക. ഇത് കണ്ട് നമ്മുടെ അശ്വിൻ വരുന്നുണ്ട്. എന്താ നീ എന്താ ഇവിടെ കാണിക്കുന്നേ? നീ എന്തിനാ ഈ ബെഡിൽ ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നേ? ഇതെന്താ നീ എഴുതി വെച്ചിരിക്കുന്നേ? എന്തേ മലയാളം വായിക്കാൻ അറിയില്ലേ? ശ്രുതി അശ്വിൻ, അതാ ചോദിച്ചത്, ഇതെന്തിനാ നീ എഴുതി വെച്ചിരിക്കുന്നേ എന്ന്. എൻ്റെ പേരിൻ്റെ കൂടെ നിന്റെ പേര് എഴുതാനേ ഒരു യോഗ്യതയുമില്ല. അതിന് നിങ്ങളുടെ പേരിൻ്റെ കൂട്ടത്തിലല്ല എഴുതിയിരിക്കുന്നത്. എൻ്റെ പേര് ശ്രുതി, അത് മുകളിൽ, നിങ്ങളുടെ പേര് അശ്വിൻ, അത് താഴെ. അങ്ങനെ വ്യത്യാസമില്ലേ? നീ അത് എടുത്ത് കളയുന്നുണ്ടോ? നിനക്ക് എന്തിൻ്റെ കേടാ? എനിക്കവിടെ ഇരുന്ന് ബോറടിച്ചപ്പോൾ എഴുതിയതാ. അത് വാരി കളയുന്നുണ്ടോ? പറ്റില്ല, അതിവിടെ കിടക്കട്ടെ. ഈ സമയത്ത് അവിടെ ഇരിക്കുന്ന ഫാൻ എടുത്ത് അതിന് നേരെ അങ്ങ് ഓൺ ചെയ്യുന്നുണ്ട്. ഫാനിൽ അതെല്ലാം പാറി പോകുന്നുണ്ട്. ശ്രുതിക്കാൻ കെട്ടി ദേഷ്യം വരുന്നുണ്ട്. നിങ്ങൾ എന്ത് പണിയാ കാണിച്ച്? നിങ്ങൾക്ക് ഇത്രയെങ്കിലും മനസാക്ഷിയുണ്ടോ? നിങ്ങളുടെ പേരിന്റെ കൂട്ടത്തില് എൻ്റെ പേര് എഴുതിയോണ്ടല്ലേ നിങ്ങൾക്ക് ഇങ്ങനെ ദേഷ്യം വന്നത്? അതിനു പകരം ആ മധുവിന്റെ പേര് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ സന്തോഷമാവുമല്ലോ. നീ എന്തിനാ അവളെക്കുറിച്ച് പറയുന്നേ? അവളെക്കുറിച്ച് പറയാനേ നിനക്കൊരു യോഗ്യതയുമില്ല. നിനക്കെങ്ങനെയാ അവളെക്കുറിച്ച് അറിയാം? അതൊക്കെ എനിക്കറിയാം. അന്നേ നമ്മൾ ഫ്രണ്ട്സിന്റെ വീട്ടിലോട്ട് പോയപ്പോൾ കുടിച്ച് നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? മധുവെ പോലൊരു പെൺകുട്ടി ഈ ലോകത്ത് തന്നെ ഉണ്ടാവില്ല. മധുവാണ് ഏറ്റവും നല്ല ഭാര്യ. എന്തൊക്കെയാ പറഞ്ഞേ? അതൊക്കെ പറഞ്ഞപ്പോഴേ ഞാനതൊക്കെ കേൾക്കുന്നുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിരുന്നു. നീ ഈ പൂക്കളൊക്കെ എടുത്ത് മാറ്റുന്നുണ്ടോ? പറ്റില്ല,
അത് മുള്ളൊന്നുമല്ല, പൂവാ. വേണമെങ്കിൽ അതിലങ്ങ് കിടന്നുറങ്ങിയാൽ മതി. നിങ്ങൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്തിനാണെന്നോ, ഇവിടെ കൊണ്ടുവന്ന് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണെന്നോ ഇതുവരെ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞേ പറ്റൂ. ഇവിടെ നിങ്ങൾ എന്നെ ഒരു കുറ്റവാളിയെ പോലെയാണ് കാണുന്നത്. പല സമയത്തും എന്തൊക്കെയാ നിങ്ങൾ എൻ്റെ അടുത്ത് പറയുന്നത്? അതുകൊണ്ട് സത്യങ്ങളെല്ലാം പറ. അന്ന് റിസോർട്ടിൽ പോയപ്പോൾ എന്നോട് പറഞ്ഞതല്ലേ, അഞ്ജലി ചേച്ചിയുടെ 5-ാം മാസത്തെ ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം സത്യങ്ങളെല്ലാം എന്നോട് പറയാമെന്ന്. അതിനെ ഒരു ദിവസമുണ്ട്, നാളെയാണ് ചേച്ചിയുടെ ചടങ്ങ്. അതിനുശേഷം ഞാൻ സത്യങ്ങൾ പറയാം. പറ്റില്ല, നാളെയാണെങ്കിലും അത് ഇന്ന് പറഞ്ഞാൽ മതി. പറ്റില്ല എന്നല്ലേ പറഞ്ഞത്? നീ മര്യാദയ്ക്ക് പോയി കിടക്കുന്നുണ്ടോ? എനിക്ക് ഉറങ്ങണം. ഇതറിയാതെ നിങ്ങൾ ഇന്ന് ഉറങ്ങണ്ട എന്ന് പറഞ്ഞു നിൽക്കുമായിരിക്കും. ശ്രുതിയെ എടുത്തു പൊക്കി കട്ടിലങ്ങ് കൊണ്ട് കിടത്തുന്നുണ്ട്. നീ മര്യാദയ്ക്ക് ഇവിടെ കിടന്ന് ഉറങ്ങിക്കോ. സത്യങ്ങൾ എൻ്റെ അടുത്ത് പറയാതെ ഞാൻ ഉറങ്ങുന്നില്ല. നിന്റെ അടുത്ത് പറയാനേ എനിക്ക് സൗകര്യമില്ല. നീ ഉറങ്ങാതങ്ങ് ഇരിക്കുക. നീ എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ? ഒരു പ്രേതത്തെ പോലെ. ഓ, ഞാൻ പ്രേതം അല്ലേ? പ്രേതങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾക്കറിയോ? എന്നും പറഞ്ഞ് അവിടെ ഇരിക്കുന്ന പൂക്കളെല്ലാം എടുത്ത് അശ്വിൻ്റെ മേലോട്ട് എറിയുന്നുണ്ട്. അങ്ങനെ അശ്വിനാണെങ്കിൽ ദേഷ്യത്തിൽ പറയുന്നുണ്ട്, നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കണ്ട, മര്യാദയ്ക്ക് കിടന്നുറങ്ങിക്കോ. അശ്വിൻ്റെ മേലൊക്കെ പൂക്കൾ കിടക്കുന്ന കാണുമ്പോൾ ശ്രുതിക്ക് അങ്ങ് ചിരി വരുന്നുണ്ട്. ശ്രുതി അങ്ങ് പൊട്ടിച്ചിരിക്കുമായിരിക്കും. അങ്ങനെ ദേഷ്യത്തിൽ അശ്വിൻ അങ്ങ് തിരിഞ്ഞു കിടക്കുന്നുണ്ട്. ശ്രുതി പറയുന്നുണ്ട്, ഇപ്പോഴാ ഒരു സമാധാനമായത്. എന്നും എന്തെങ്കിലും പറഞ്ഞ് വഴക്കിട്ടില്ലെങ്കിലേ ഒരു സമാധാനം കിട്ടില്ല. ഇനിയിപ്പോൾ സുഖമായിട്ട് ഉറങ്ങാം എന്നും പറഞ്ഞ് ശ്രുതി ഉറങ്ങാണ്. പിറ്റേ ദിവസം രാവിലെ അഞ്ജലിയുടെ 5-ാം മാസത്തെ ചടങ്ങായിരിക്കും. അതിനായിട്ട് ഒരേപോലുള്ള സാരിയും ഷർട്ടും ശ്രുതി കൊണ്ടുവയ്ക്കുന്നുണ്ട്. ഇന്നത്തെ ഫംഗ്ഷനെ നമുക്കിടാനുള്ള ഡ്രസ്സായത്. എന്തിന്? ഞാൻ എന്ത് ഡ്രസ്സ് ഇടണമെന്നേ ഞാനാ തീരുമാനിക്കാം, അല്ലാതെ നീയല്ല. അത് പറ്റില്ല, ഈ ഷർട്ട് തന്നെ ഇടണം. എന്തിന്? നീ ഉടുക്കുന്ന സാരിയുടെ അതേ കളർ ഷർട്ട് ഞാനിടണമെന്ന് എന്താ ഇത്ര നിർബന്ധം? അതൊക്കെയുണ്ട്. എന്താ കാര്യം? അത് സത്യത്തിൽ എനിക്കും അറിയില്ല. അതെ, മറ്റുള്ളവർ മുൻപിൽ നമ്മൾ ഭയങ്കര സ്നേഹത്തിലാണ് കഴിയുന്നേ, അതുപോലെ ഭയങ്കര ഒത്തൊരുമയാ എന്നൊക്കെ കാണിക്കാനാ ഇതുപോലെ ഒരേ കളർ ഷർട്ടും സാരിയൊക്കെ ഉടുക്കുന്നത്. ഓ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരുന്നോ? എന്നാലേ നമുക്ക് ഉടുക്കാം, എല്ലാവരും കാണട്ടെ. നിങ്ങൾ എല്ലാവരും മുൻപിൽ അഭിനയിക്കുമല്ലേ? എല്ലാവരും നമ്മൾ വലിയ സ്നേഹത്തിലാണ് കഴിയുന്നേ എന്നൊക്കെയാ കരുതുന്നത്. എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ എന്നെ ഒരു ദിവസം പോലും എൻ്റെ വീട്ടിൽ നിൽക്കാൻ സമ്മതിക്കാതെ സ്നേഹം പ്രകടിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നതല്ലേ. അതുകൊണ്ടേ ഒരേപോലത്തെ ഡ്രസ്സ് ഇട്ടാൽ മതി. ആര് പറഞ്ഞാലും ഞാനിതിടില്ല. ആര് പറഞ്ഞാലും നിങ്ങളുടെ അമ്മ പറഞ്ഞാലും നിങ്ങളിതിടില്ലേ? അമ്മ പറഞ്ഞാലോ? അമ്മ ഇന്നലെ സ്വപ്നത്തിൽ വന്ന് എന്നോട് പറഞ്ഞു, നമ്മൾ അഞ്ജലി ചേച്ചിയുടെ ഫംഗ്ഷന് ഇതുപോലെ ഒരേ കളറിലുള്ള ഡ്രസ്സ് ഇടണമെന്ന്. അതുകൊണ്ടല്ലേ ഞാനിതെടുത്തു കൊണ്ടുവന്നേ. നീ ചുമ്മാ പറയണ്ട, സത്യമായിട്ടും എൻ്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞതാ. വേറൊരു കാര്യം കൂടെ പറഞ്ഞു. അത് കേട്ടാലേ അശ്വിൻ സാറ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും. എന്ത് കാര്യം? നമ്മളിങ്ങനെ ഒരേ കളറ് ഡ്രസ്സൊക്കെ ഇട്ട് അഞ്ജലി ചേച്ചിക്ക് വളയിട്ട് കൊടുത്താലേ അഞ്ജലി ചേച്ചിയുടെ കുഞ്ഞായിട്ട് അമ്മ വന്ന് പിറക്കുമെന്നാ എന്നോട് പറഞ്ഞത്. ഇത് കേട്ട് സങ്കടത്തില് ശ്രുതി എങ്ങനെ കവളിൽ പിടിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ഇത് എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുവാണെങ്കിലും നീ ഇങ്ങനെ പറഞ്ഞല്ലോ. അത് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. കരയുന്ന അശ്വിൻ്റെ കണ്ണീരൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട് ശ്രുതി. അശ്വിൻ സാറിന് ഇത്ര സങ്കടമാവുമെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ പറഞ്ഞത് കള്ള. അത് എൻ്റെ ഒരു പൊട്ടത്തരം കൊണ്ട് പറഞ്ഞതാ. അശ്വിൻ സാറിന് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇട്ടാൽ മതി, അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. ഇത് കേട്ടതും അശ്വിൻ ആ ഷർട്ട് എടുത്ത് പോകുന്നുണ്ട്. അതോടുകൂടി ശ്രുതിക്ക് ഒരുപാട് അങ്ങ് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ ഗ്രീൻ പച്ച കളറ് ഷർട്ടും പച്ച കളറ് സാരിയും ഉടുത്ത് ശ്രുതിയും അശ്വിനും ചടങ്ങിനായിട്ട് വരുന്നുണ്ട്. ഈ സമയത്ത് ഇത് കാണുന്ന ശ്യാമിന് അത്രയങ്ങ് പിടിക്കുന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ മനോരമയും പറയുന്നുണ്ട്, എടാ ശ്യാമേ, നീ കണ്ടോ, അവരെ ഒരേ നിറത്തിലുള്ള ഡ്രസ്സായിട്ടിരിക്കുന്നേ. എന്താ ആൻറ്റി, അവരിടട്ടെ. ഇന്നത്തെ ഒരു ദിവസത്തെ സന്തോഷമല്ലേ അവർക്കുള്ളൂ. അത് കഴിഞ്ഞാൽ അവൻ്റെ ചേച്ചിയുടെ കുഞ്ഞ് അങ്ങ് പരലോകത്തേക്ക് പോവില്ലേ. എടാ, ഒരു ദിവസമൊന്നുമില്ല, 2-3 മണിക്കൂറേ ഉള്ളൂ എന്നും പറഞ്ഞ് മനോരമയും ശ്യാമും ചിരിക്കുന്നുണ്ടായിരിക്കും. ശ്രുതി അഞ്ജലിക്കായിട്ട് പായസം തയ്യാറാക്കി കാണും. ആ പായസത്തിലായിരിക്കും ശ്യാമ് വിഷം കലർത്തുന്നത്. അത് സന്തോഷത്തോടു കൂടി ശ്രുതി തന്നെയാണ് അഞ്ജലിയുടെ വായിൽ വെച്ച് കൊടുക്കുന്നത്. അത് കഴിക്കുന്നതോടുകൂടി ശ്രുതിക്ക് വയറുവേദന അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകുന്നുണ്ട്. കുഞ്ഞിനെ നഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഫുൾ എപ്പിസോഡ് നാളെ അപ്ലോഡ് ചെയ്യാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും ബൈ ബൈ.